നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തിരിക്കുന്ന നമുക്കറിയാം. കാർത്തിക് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനായിരുന്നു, പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുക, കാരണം ഇപ്പോൾ ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹോർമുസിലൊക്കെ അമേരിക്ക ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നേരത്തെ ഹോർമുസിന്റെ ഇറാന്റെ ആനുകൂല്യം പറ്റിയിരുന്ന ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യം ഒരുങ്ങും. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു മധ്യസ്ഥ ശ്രമത്തിന് തയ്യാറാകുന്നുണ്ടോ? അത് ഇറാനും അമേരിക്കയും സമ്മതിക്കണം, അത് ശരിയാണ്. ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ തുർക്കി കൂടി ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടുകയാണ്. തുർക്കിയുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷേ ജനീവയിലോ തുർക്കിയിലോ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും സജീവമായി തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹോർമുസിലെ പ്രതിസന്ധി തന്നെയാണ്. നിലവിൽ ദിവസേന 140 കപ്പലുകളാണ് ഈ യുദ്ധത്തിന് മുൻപ് ഈ ഹോർമുസിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ അത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് സജീവമായ ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും 3 കപ്പലുകളെ ഇതിനോടകം തന്നെ US നാവികസേന തടഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് ഉറ്റുനോക്കുന്നുണ്ട് ലോകം. മാത്രമല്ല, നേരത്തെ ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കപ്പലുകളെ തടഞ്ഞാൽ മധ്യ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ അത് സുരക്ഷിതമായിരിക്കില്ല. ആ പ്രതികരണത്തിന് ശേഷവും ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ ഇന്നലെ വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ US നാവികസേനയ്ക്ക് നേരെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും പന്ത് ഇപ്പോൾ ഇറാന്റെ കോർട്ടിലാണ് എന്നാണ് JD വാൻസ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇറാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ശ്രമങ്ങളോട് ഇറാന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കും, വ്യാഴാഴ്ച ഇങ്ങനെയൊരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമോ, വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുന്നു. അപ്പോഴും ഹോർമുസിൽ പ്രതിസന്ധി ഇപ്പോഴും ആശങ്കാജനകമായ സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളതും.